ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ സാരി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടൊരു ചുരിദാർ തയ്ക്കാമെന്ന് വെച്ചിട്ട് വെട്ടുമായിരുന്നു. അപ്പോൾ റേഷൻ തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ലൈനിങ്ങും അങ്ങനെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ തുണി എടുത്താലൊന്നും എനിക്ക് തുണി തികയാനല്ല കേട്ടോ, വെട്ടിയാൽ കൈക്കൊന്നും തികയില്ല. അപ്പോൾ സാരി കൊണ്ടൊന്ന് തയ്ച്ച് നോക്കാൻ വിചാരിച്ചു. അപ്പം ഇനി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇന്ന് തയ്ക്കണം. അപ്പോൾ ചുരിദാർ തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ തുണി കുറച്ച് സിൽക്ക് പോലെയുള്ള തുണി ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ തയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് കുത്തിയിട്ടൊക്കെയാണ് തയ്ച്ചത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്കൊരു പാൻറ്റും കൂടി തയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു പർദ്ദ ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക്, അത് വെട്ടിയിട്ട് അതിനൊരു പലാസ പെയിൻറ്റും കൂടി അടിച്ചു കേട്ടോ. അപ്പോൾ ഫർദേൻ്റെ ഒരു കറുപ്പ് ഷാളും ഉണ്ട്. അപ്പോൾ ചുരിദാർക്ക് അപ്പോൾ പാൻറ്റും ഷാളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫർദേൻ്റെ സെൻട്രലായിട്ട് കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പറിച്ചെടുത്തിട്ടാണ് കേട്ടോ പാൻറ്റ് തയ്ച്ചത്. അപ്പോൾ തയ്ക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ ഒക്കെ തയ്ക്കും കേട്ടോ. മടി പിടിച്ചാലുള്ളൂ പ്രശ്നം. അപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ച് കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഷാൾ കേട്ടോ, ഫർദേൻ്റെ ഷാളാണ്. അപ്പോൾ ഒരു പർദ്ദ ഒരു സാരിയും വെട്ടിയിട്ടോ എന്നിട്ടാണ് ഇപ്പോൾ ഒരു ചുരിദാറായത്. എന്നാലും ഉപയോഗിക്കാതെ വെക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ തേച്ച് അയൺ ചെയ്ത് നോക്കുമ്പോൾ അയൺ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ഇസ്തിരിപ്പെട്ടിൻ്റെ ചൂട് കാരണം തുണി ഒന്നാകെ ചുരുണ്ട് കയറുകയാണ്. അപ്പോൾ തേക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് തേച്ചെടുത്തത്. പിന്നെ പാൻറ്റ് തേക്കാൻ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈ പർദ്ദ ഒരു 5-6 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഉപയോഗിക്കുന്നു. കളറ് പോവുകയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ഏതായാലും പാൻറ്റും തയ്ക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വെട്ടിയതാണ് കേട്ടോ. കളറൊന്നും പോയിട്ടില്ല, എപ്പോഴും നല്ല കളറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ ചുരിദാർ തയ്ച്ചിട്ട് ഇട്ടപ്പോൾ നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മേലെ അച്ചപ്പം യൂണിറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞങ്ങൾ അച്ചപ്പമൊക്കെ വാങ്ങി. പിന്നെ 2-3 നൈറ്റി തുണി വാങ്ങിയിട്ട് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് എരുമാട് കടയിൽ കയറിയതാണ്. അപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. 2.5 മീറ്റർ വെച്ചിട്ട് 3 തുണി എടുത്തു കേട്ടോ. അപ്പോൾ നല്ല കോട്ടനാണ്. അപ്പോൾ അതൊന്ന് അലക്കി വെള്ളത്തിൽ ഇട്ടൊന്ന് എടുക്കുമ്പോഴത്തേനും അത് ചുരുങ്ങി പോകുന്നുണ്ട്. 2.5 മീറ്റർ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുള്ള കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നാളേക്ക് സ്കൂളിൽ ഓപ്പൺ ഡേ ആണ്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ ഉളുവാട് റോഡാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പണി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ അമ്മായിൻ്റെ മോൻ വന്നിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ അങ്ങനെ സ്കൂളിൻ്റെ അവിടെ പോയി ഇറങ്ങി. 10:30 മണിയാകുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ കയറിയിട്ട് 12-12:30 മണിയാകുമ്പോഴാണ് ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ ബസ് കാത്തു നിന്നപ്പോൾ ബസ്സും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ പള്ളിത്തായെന്ന് അങ്ങനെ കഴിഞ്ഞ് ഒരേ നടന്നു കേട്ടോ, പെരും വെയിലത്ത്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം, വണ്ടി വരികയാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം തണലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെരും വെയിലായിരുന്നു. പിന്നെ വണ്ടിയൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.